ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മസാലയിൽ നമ്മൾ തൈരൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ആ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ ടിപ്സാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ടിപ്സാണ്. മസാലയിൽ തൈര് ചേർക്കുമ്പോൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ സ്റ്റീൽ പാത്രത്തിലും അലൂമിനിയം പാത്രത്തിലും ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വഴറ്റിയെടുക്കുമ്പോൾ ഇങ്ങനെ ചെറുതായി അടിയിൽ പിടിച്ച എഫക്റ്റ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഈ ടൈമിലാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാറ്. തൈര് ചേർത്ത് കൊടുത്ത് ഇതങ്ങ് ഇളക്കിയെടുക്കുമ്പോൾ ആ പാത്രത്തിൽ അടിയിൽ പിടിച്ച എഫക്റ്റ് ഉള്ളതടക്കം കംപ്ലീറ്റ് അങ്ങ് ക്ലീനായി വരും. ഇത് അധികം ആരും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ അടുക്കളയിൽ കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പലതരത്തിലുള്ള പാത്രങ്ങളും ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഒന്നിച്ച് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ വലിയ പാത്രത്തിലൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ച് ദം ചെയ്താലും അടിയിൽ ഇത്തിരി ഭാഗം ഇങ്ങനെ കുറച്ച് കട്ടിക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഒരുപാട് ചിക്കൻ ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ മസാലകളും ഇങ്ങനെ കരിഞ്ഞു പിടിക്കാറുണ്ട്. ഇതൊക്കെ ഉരച്ച് കഴുകിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉരച്ച് കഴുകിയാലും അത് കേടായി പോകും. നോൺ സ്റ്റിക്ക് പാത്രം കഴുകിയെടുക്കുമ്പോൾ നമ്മളൊരു ചെറിയ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അടിക്ക് പിടിച്ച ഏത് തരത്തിലുള്ള പാത്രമായാലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പാത്രം ഒന്ന് നനച്ചെടുക്കണം. എല്ലാ ഭാഗവും വെള്ളം ആയതിനു ശേഷം നമുക്ക് ഈ വെള്ളം കളയണം. വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിൽ അല്പം തൈര് ചേർത്ത് ഒന്ന് പരത്തിയെടുത്തു. ഇപ്പം ഞാൻ ഈ പാത്രം അടുപ്പിലേക്ക് മാറ്റി. ഇനി ഇത് ചൂടാവുന്നതിനനുസരിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് ഈ അടിയിൽ പിടിച്ചത് ഇങ്ങനെ ചൂടാവുന്നതിനനുസരിച്ച് വിട്ടുവരുന്നതും കാണാം. തൈര് ചൂടാവുന്നതിനനുസരിച്ച് നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ഇളകി വരും. ഇളകി വന്നതിന് ശേഷം അല്പം കൂടെ തൈര് ചേർത്ത് ഇതൊന്നുകൂടി ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതും നന്നായി ക്ലീനായി കിട്ടും. ഒരുപാട് ഉരച്ച് കഴുകിയെടുക്കേണ്ട ഒരു പാത്രം എത്ര ഈസി ആയിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തതെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇത് അലൂമിനിയം പാത്രം ആയതുകൊണ്ട് നമുക്ക് ഈ പാത്രം ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വെള്ളം ചേർത്ത് കഴുകിയെടുക്കാം. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വെള്ളം കളയാൻ വേണ്ടി ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പാത്രത്തിലുള്ള എണ്ണമയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി നമുക്ക് സോപ്പ് ചേർത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. തൈര് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പാത്രം ക്ലീൻ ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രം ക്ലീൻ ചെയ്തെടുക്കുമ്പോഴും നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. നമ്മൾ ഇളക്കിയെടുക്കുന്ന തവി മരത്തിൻ്റെ എടുക്കാൻ ശ്രദ്ധിക്കണം. തൈര് ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കഴുകിയെടുക്കുമ്പോൾ നമ്മൾ പാത്രം ചൂടാറിയതിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകാവൂ. ചൂടാറുന്നതിന് മുന്നേ കഴുകുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് വേണം കഴുകാൻ, അല്ലെങ്കിൽ പാത്രം കേടായി പോവും. ഇനി എണ്ണയിൽ പൊരിച്ചെടുത്ത പാത്രങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് നനച്ചെടുക്കുന്ന ടൈമിൽ അല്പം സോപ്പ് വെള്ളം ഉപയോഗിച്ച് ഒന്ന് നനച്ചെടുത്താൽ ഇതിൽ കൂടുതലുള്ള ഓയിലൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതൊരു ഉരുളിയാണ്. ഇത് ഭയങ്കര കനം കൂടിയ പാത്രമായതുകൊണ്ട് ഞാനിത് ചൂടായതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചൂടാവുന്നതിനനുസരിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും എത്ര ഈസി ആയിട്ടാണ് ഇത്രയും കട്ടിയിൽ പിടിച്ച പാത്രം ക്ലീനായി വരുന്നത്. വിട്ടു വന്നതിന് ശേഷം വീണ്ടും 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കണം. ഇപ്പം അടുപ്പ് ഓഫ് ചെയ്തു. അടുപ്പ് ഓഫ് ചെയ്തെങ്കിലും ഉരുളിക്ക് ചൂടുള്ളതുകൊണ്ട് ഇതൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുളി കഴുകിയെടുക്കാവൂ. ചൂടുള്ള ടൈമിൽ ഉരുളി കഴുകിയെടുക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് വേണം കഴുകിയെടുക്കാൻ, അല്ലെങ്കിൽ ഉരുളി കേടായി പോകും.
ഇപ്പോൾ ഉരുളി നന്നായി ചൂടാറി വന്നു. നമ്മളിത് നനച്ചെടുക്കുന്ന ടൈമിൽ സോപ്പ് വെള്ളം ഉപയോഗിച്ച് നനച്ചെടുത്തോണ്ട് ഇതിൽ വെള്ളം ഒഴിച്ചപ്പോൾ അല്പം സോപ്പിൻ്റെ പതയും ബാലൻസ് ഉണ്ട്. ഈ കച്ചറ കളഞ്ഞതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ടല്ലോ. തൈര് ഉപയോഗിച്ച് നമുക്ക് ഏത് പാത്രവും വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. പാത്രത്തിനനുസരിച്ച് ചൂടുവെള്ളവും പച്ചവെള്ളവും മാറി മാറി ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.